ഹായ് സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതുപോലെ കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദ കോംപ്ലക്സ് നമ്പർ ഈസ് എ പ്ലസ് ഐ ബി. എ റിയൽ പാർട്ട് ഓഫ് ദാറ്റ് കോംപ്ലക്സ് നമ്പർ ആൻഡ് ബി ഇമേജിനറി പാർട്ട് ഓഫ് ദാറ്റ് കോംപ്ലക്സ് നമ്പർ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് ദ ഫോളോയിങ് ഇൻ ദ ഫോം എ പ്ലസ് ഐ ബി. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, മൈനസ് ഐ ഇൻറ്റു 2i ഇൻറ്റു 3i ദ ഹോൾ ക്യൂബ്. അപ്പോൾ മൈനസ് ഐ ഇൻറ്റു 2i എന്ന് പറയുമ്പോഴത്തേക്കും 2 ഇൻറ്റു -2 ഇൻറ്റു ഐ സ്ക്വയർ എന്ന് വരും അവിടെ. ഓക്കെ, ദെൻ 3i ദ ഹോൾ ക്യൂബ് എന്നാൽ 3 ക്യൂബ് ഇൻറ്റു ഐ ക്യൂബ് വരും. ദാറ്റ് ഈസ് 27 ഇൻറ്റു ഐ ക്യൂബ്. നമുക്ക് ഐ ക്യൂബിന് ഐ സ്ക്വയർ ഇൻറ്റു ഐ എന്ന് എഴുതാം. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ ഇവിടെ -2 ഇൻറ്റു -1 വരും. പിന്നെ 27 ഇൻറ്റു ഐ സ്ക്വയർ -1 ഇൻറ്റു ഐ വരും. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് അവിടെ പ്ലസ് വരും. സോ 2 ഇൻറ്റു 27 54 ഇൻറ്റു ഐ സ്ക്വയർ വീണ്ടും -1 ഇൻറ്റു ഐ. സോ ദ ആൻസർ ഈസ് -54i. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, i റൈസ് ടു 9 പ്ലസ് i റൈസ് ടു 19. നമുക്കറിയാവുന്ന വാല്യൂസ് വെച്ച് വേണം നമുക്കിത് ചെയ്യാൻ. നമുക്കറിയാവുന്നത് ഐ സ്ക്വയർ അറിയാം, ഐ റൈസ് ടു 4 ഒക്കെ അറിയാം. നമുക്ക് ഐ സ്ക്വയർ എന്താണ്? -1. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ഐ റൈസ് ടു 9 ഈസ് സെയിം ആസ് ഐ റൈസ് ടു 8 ഇൻറ്റു ഐ. ഐ റൈസ് ടു 8 ഞാൻ എഴുതിയത് നമുക്കതിനെ ഐ സ്ക്വയറിൻ്റെ പവറിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണ് ഈവൺ പവറിലേക്ക് കൊണ്ടുപോയത്. ഓക്കെ, അപ്പോൾ ഐ റൈസ് ടു 8 ഇൻറ്റു ഐ പ്ലസ് ഐ റൈസ് ടു 19 നമുക്ക് ഐ റൈസ് ടു 18 ഈവൺ പവർ ഇൻറ്റു ഐ. അപ്പോൾ ഐ റൈസ് ടു 8 നമുക്ക് ഐ സ്ക്വയർ ഹോൾ റൈസ് ടു 4 എന്ന് എഴുതാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എ റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ ഈസ് എ റൈസ് ടു എം എൻ. അതാണ് അവിടെ അപ്ലൈ ചെയ്തത്. അതുപോലെ ഐ റൈസ് ടു 18 ഐ സ്ക്വയർ ഹോൾ റൈസ് ടു 9. അപ്പോൾ നമുക്കിവിടെ വരിക ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ -1 ആണ്. -1 റേസ് ടു 4 എന്ന് പറയുമ്പോഴത്തേക്കും അത് ഈവൺ പവറാണ് അല്ലേ, റേസ് ടു 4. അപ്പോൾ അത് 1 ആവും. 1 ഇൻറ്റു ഐ എന്താണ്? ഐ വരും. ഓക്കെ, ഇനി അടുത്തത് ഐ സ്ക്വയർ റേസ് ടു 9 ആണ്. അതായത് -1 റേസ് ടു 9. അപ്പോൾ -1 വരും ഇൻറ്റു ഐ. അപ്പോൾ ഐ മൈനസ് ഐ വന്നിട്ട് 0ലേക്ക് പോകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐ റേസ് ടു -39. നമുക്ക് ഈ മൈനസ് പവറിനെ ആദ്യം തന്നെ അങ്ങോട്ട് മാറ്റിയേക്കാം. ദാറ്റ് ഈസ് സെയിം ആസ് 1/i റേസ് ടു 39. ഓക്കെ, ദാറ്റ് ഈസ് സെയിം ആസ് നമ്മളിവിടെ ഒന്ന് ചെയ്യാൻ പോവുകയാണ്. ഐ കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്തിനാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? നമുക്കതിനെ ഒരു ഈവൺ പവറിലേക്ക് കൊണ്ടുപോകേണ്ടിയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 1 ഇൻറ്റു ഐ ഡിവൈഡഡ് ബൈ ഐ റേസ് ടു 39 ഇൻറ്റു ഐ. അപ്പം നമുക്ക് ഐ ഡിവൈഡഡ് ബൈ ഐ റേസ് ടു 40 എന്ന് കിട്ടും. ഇവിടെ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ, എ റേസ് ടു എം പ്ലസ് എൻ. സോ ഐ റേസ് ടു 39 പ്ലസ് 1 വരും. അങ്ങനെയാണ് ഐ റേസ് ടു 40. ഐ റേസ് ടു 40 നമുക്ക് ഐ സ്ക്വയർ ഹോൾ റേസ് ടു 20 എന്ന് കൊടുക്കാം. ഐ സ്ക്വയർ എന്താണ്? -1. സോ -1 റേസ് ടു 20. അപ്പോൾ എന്ത് വരും? ഈവൺ പവർ ആയതുകൊണ്ട് അത് 1 വരും. സോ ദ ആൻസർ ഈസ് ഐ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 - i ഹോൾ റേസ് ടു 4. ഇതിൻ്റെ എക്സ്പാൻഷൻ നമുക്കറിയില്ല, പക്ഷെ നമുക്കറിയാവുന്ന കാര്യം 1 - i ഹോൾ റേസ് ടു 4 ഈസ് സെയിം ആസ് 1 - i ദ ഹോൾ സ്ക്വയർ റേസ് ടു 2 എന്ന് കൊടുക്കാം. സെയിം ഇക്വേഷൻ, എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഈസ് എ റേസ് ടു എം എൻ. അപ്പോൾ ഇത് നമുക്ക് അറിയാവുന്നതാണ് a - b ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് വരും ഇവിടെ? 1 - 2i പ്ലസ് ഐ സ്ക്വയർ. ഐ സ്ക്വയർ എന്താണ്? -1. അപ്പോൾ നമുക്കിവിടെ 1 - 2i -1. 1ഉം -1ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ -2i ദ ഹോൾ സ്ക്വയർ. അപ്പോൾ -2 സ്ക്വയർ ഐ സ്ക്വയർ വരും. ദാറ്റ് ഈസ് 4 ഇൻറ്റു ഐ സ്ക്വയർ. ഐ സ്ക്വയർ എന്താണ് ഇവിടെ? -1. സോ ദ ആൻസർ ഈസ് -4. ഓക്കെ, അടുത്തത് 3 പ്ലസ് ഐ റൂട്ട് 5 ഇൻറ്റു 3 - i റൂട്ട് 5 ഡിവൈഡഡ് ബൈ √3 പ്ലസ് √2i ഇൻറ്റു √3 മൈനസ് √2i. ഇവിടെ ന്യൂമറേറ്ററിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമാണ്. അപ്പോൾ അതെന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ദാറ്റ് ഈസ് 3 സ്ക്വയർ മൈനസ് ഐ റൂട്ട് 5 ദ ഹോൾ സ്ക്വയർ. ഡിനോമിനേറ്ററിൽ ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ √3 പ്ലസ് √2i മൈനസ് √3
മൈനസ് ഓഫ് മൈനസ് പ്ലസ് √2i. അപ്പോൾ ഇവിടെ √3 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്കൊരു 3 സ്ക്വയർ 9, ഇത് i സ്ക്വയർ 5 സ്ക്വയർ വരും, √5 ദ ഹോൾ സ്ക്വയർ വരും, i സ്ക്വയർ -1 വരും, √5 ദ ഹോൾ സ്ക്വയർ 5. അപ്പോൾ നമുക്കിത് -5 കിട്ടും. സോ 9 - -5 ദാറ്റ് ഈസ് 9 + 5 14 വരും. ഡിനോമിനേറ്ററിൽ √3 ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ √2i + √2i, അതായത് 2√2i. 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 7/√2i. പക്ഷേ ഇപ്പോഴും ഇത് സ്റ്റാൻഡേർഡ് ഫോമല്ല, ഡിനോമിനേറ്ററിൽ i ഒക്കെ വരുന്നുണ്ട്. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യാം, ഈ ഐനെ ഒഴിവാക്കണം അല്ലേ. നമുക്ക് സാധാരണ കോൺജുഗേറ്റ് കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് -√2i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ √2i ആയാലും കുഴപ്പമൊന്നുമില്ല. സോ √2i കൊണ്ട് ഞാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്റർ വരിക √2 × √2 2, i × i സ്ക്വയർ, i സ്ക്വയർ -1 ആയതുകൊണ്ട് -2, മുകളിൽ 7√2i. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 5 + √2i ഡിവൈഡഡ് ബൈ 1 - √2i. ഇതും സ്റ്റാൻഡേർഡ് ഫോം അല്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോം കിട്ടണമെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതായത് 1 + √2i. ഓക്കെ, അപ്പോൾ നമുക്കിത് മുകളിലത്തെ ടേം ന്യൂമറേറ്റർ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ 5 × 1, 5 + 5 × √2i, 5√i പ്ലസ് √2i × 1 ദാറ്റ് ഈസ് √2i പ്ലസ് √2i × √2i, √2 × √2 2 വരും, i × i സ്ക്വയർ വന്നിട്ട് മൈനസ് ആവും. സോ -2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ a + b × a - b ഫോമാണ്. സോ a സ്ക്വയർ - b സ്ക്വയർ, സോ 1 സ്ക്വയർ മൈനസ് √2i ദ ഹോൾ സ്ക്വയർ. √2i ദ ഹോൾ സ്ക്വയർ എന്നാൽ √2 സ്ക്വയർ 2 വരും, i സ്ക്വയർ -1 വരും. സോ -2 ആണ് അവിടെ വരിക. ഓക്കെ, ഇനി ന്യൂമറേറ്റർ നോക്കാം. നമുക്കിവിടെ 5 - 2 ദാറ്റ് ഈസ് 3. ഇവിടെ 5√2i + √2i എന്ന് പറഞ്ഞാൽ 6√2i. സോ 3 + 6√2i ഡിവൈഡഡ് ബൈ 3. ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിൽ 3 കോമൺ ആയിട്ട് എടുക്കാം, എന്നിട്ട് 3 ക്യാൻസൽ ചെയ്യാം. സോ ദ ആൻസർ ഈസ് 1 + 2√2i. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z = 4 - 3i. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z നമുക്കറിയാം 1/z. സോ ദ ആൻസർ ഈസ് 1/4 - 3i. പക്ഷെ അപ്പോഴും അത് സ്റ്റാൻഡേർഡ് ഫോമിൽ വരുന്നില്ല. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കുവാൻ വേണ്ടിയിട്ട് 4 - 3iയുടെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം, അതായത് 4 + 3i കൊണ്ട്. സോ 4 + 3i ഡിവൈഡഡ് ബൈ 4 - 3i × 4 + 3i. ഡിനോമിനേറ്റർ എന്താണ് വരിക, a + b × a - b ഫോം, a സ്ക്വയർ - b സ്ക്വയർ. സോ 4 സ്ക്വയർ മൈനസ് 3i ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 3 സ്ക്വയർ അതായത് 9 × i സ്ക്വയർ. i സ്ക്വയർ എന്താണ് -9. സോ 16 - -9. സോ 16 + 9 ദാറ്റ് ഈസ് 25. സോ ദ ആൻസർ ഈസ് 4 + 3i ഡിവൈഡഡ് ബൈ 25. അടുത്തത് മോഡുലസ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ. എന്താണ് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ എന്താണ് മോഡ്? z = a + ib. അതാണ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദ കോംപ്ലക്സ് നമ്പർ. ദെൻ ഇറ്റ്സ് മോഡുലസ് ഈസ് ഡിനോട്ടഡ് ആസ് മോഡ് z ആൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് √a² + b സ്ക്വയർ. അപ്പോൾ സ്ക്വയർ ഓഫ് ദ റിയൽ പാർട്ട് പ്ലസ് സ്ക്വയർ ഓഫ് ദ ഇമേജിനറി പാർട്ട്, റൂട്ടിനുള്ളിൽ വരുന്നത് അതാണ്. For example, z = 4 + 5i, then mod z = √4² + 5 square. If z = -3 + 2i, then mod z = √-3² + 2 square. -6i, അപ്പോൾ ഇവിടെ റിയൽ പാർട്ട് എന്താണ്? 0, ഇമേജിനറി പാർട്ട് എന്താണ്? -6. സോ 0² + -6². ഇങ്ങനെയാണ് നമ്മൾ മോഡുലസ് ഓഫ് z കാണേണ്ടത്. അതിനെ പിന്നീട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ മോഡുലസും അതുപോലെ തന്നെ കോൺജുഗേറ്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് റിസൾട്ടാണ്. നമുക്കതിൻ്റെ പ്രൂഫ് ആവശ്യമില്ല, നിങ്ങൾക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ഇപ്പോൾ z1 1 + i, z2 2 - 3i എന്നൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ റിസൾട്ടൊക്കെ തന്നെ. ഫസ്റ്റ് റിസൾട്ട് മോഡ് z² ഈസ് ഈക്വൽ ടു z × z കോൺജുഗേറ്റ്. അപ്പോൾ നമുക്കറിയാം z = a + ib. അപ്പോൾ മോഡുലസ് ഓഫ് z എന്താണ്? √a² + b സ്ക്വയർ. z കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ a - ib. അപ്പോൾ ഇവിടെ നിന്ന് മോഡ് z² നമുക്ക് എന്ത് കിട്ടും? a² + b സ്ക്വയർ. z × z കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ a + ib × a - ib. ദാറ്റ് ഈസ് സെയിം ആസ് a² - ib ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് i² b² വരും. i² -1 ആയതുകൊണ്ട് -b² വരും. അപ്പോൾ -1 അത് പ്ലസ് ആവും. സോ a² + b². അപ്പോൾ ഈ രണ്ട് സൈഡും കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ,
അടുത്തത് സെറ്റ് കോൺജുഗേറ്റ് ഹോൾ കോൺജുഗേറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ്. ഇവിടെ നോക്കൂ, സെറ്റ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ഐ ബി ആണ്. ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഐക്ക് വീണ്ടും മൈനസ് ഐ കൊടുക്കും, ഇതെന്താവും എ പ്ലസ് ഐ ബി, അതായത് സെറ്റ് തന്നെ കിട്ടും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ച് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മോഡുലസ് ഓഫ് സെറ്റ് 1 സെറ്റ് 2 ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് സെറ്റ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് സെറ്റ് 2. മോഡുലസ് ഓഫ് സെറ്റ് 1 ബൈ സെറ്റ് 2 ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് സെറ്റ് 1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് സെറ്റ് 2. ഇവിടെ നമുക്ക് ഡിവൈഡഡ് ബൈ സെറ്റ് 2 എടുക്കണമെങ്കിൽ സെറ്റ് 2 എന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അടുത്തത് സെറ്റ് 1 സെറ്റ് 2 ഹോൾ കോൺജുഗേറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് 1 കോൺജുഗേറ്റ് ഇൻറ്റു സെറ്റ് 2 കോൺജുഗേറ്റ്. സെറ്റ് 1 പ്ലസ് ഓർ മൈനസ് സെറ്റ് 2 കോൺജുഗേറ്റ്, അപ്പോൾ അതായത് രണ്ടെണ്ണം ഒരുമിച്ച് ചെയ്യാൻ പറഞ്ഞതാണ്. സെറ്റ് 1 പ്ലസ് സെറ്റ് 2 ഹോൾ കോൺജുഗേറ്റ് സെറ്റ് 1 കോൺജുഗേറ്റ് പ്ലസ് സെറ്റ് 2 കോൺജുഗേറ്റ്. സെറ്റ് 1 മൈനസ് സെറ്റ് 2 ഹോൾ കോൺജുഗേറ്റ് സെറ്റ് 1 കോൺജുഗേറ്റ് മൈനസ് സെറ്റ് 2 കോൺജുഗേറ്റ്. ലാസ്റ്റ് വൺ സെറ്റ് 1 ബൈ സെറ്റ് 2 ഹോൾ കോൺജുഗേറ്റ് സെറ്റ് 1 കോൺജുഗേറ്റ് ബൈ സെറ്റ് 2 കോൺജുഗേറ്റ്. അടുത്തത് കോംപ്ലക്സ് പ്ലെയിൻ ഓർ ആർഗൺ പ്ലെയിൻ. അപ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ പ്ലെയിനൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, അതേപോലത്തെ ഒരു പ്ലെയിനാണ് കോംപ്ലക്സ് പ്ലെയിൻ അല്ലെങ്കിൽ ആർഗൺ പ്ലെയിൻ. നമുക്കറിയാം, നമ്മുടെ കാർട്ടീഷ്യൻ പ്ലെയിനിലൊക്കെ നമുക്ക് വരുന്നത് റിയൽ നമ്പേഴ്സാണ് അവിടെ വരുന്നത് അല്ലേ. അതേപോലെ തന്നെ കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന എല്ലാ പോയിൻറ്റ്സും ആരെ റെപ്രസെൻ്റ് ചെയ്യുന്നു? കോംപ്ലക്സ് നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ദ പ്ലെയിൻ ഹാവിങ് എ കോംപ്ലക്സ് നമ്പർ അസൈൻ ടു ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിന്റ് ഈസ് കോൾഡ് കോംപ്ലക്സ് പ്ലെയിൻ. And here we use the ordered pair xy to represent the complex number x plus iy. ഇപ്പോൾ 2 + 3i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെയാണെങ്കിൽ നമ്മൾ ഏത് ഓർഡേർഡ് പെയർ വെച്ച് റെപ്രസെൻ്റ് ചെയ്യും? ഓർഡേർഡ് പെയർ 2 3. ഇപ്പം 1 - i ആണെങ്കിൽ നമ്മൾ ഏത് ഓർഡേർഡ് പെയർ യൂസ് ചെയ്യും? ഓർഡേർഡ് പെയർ 1, -1. അപ്പോൾ നമ്മൾ സാധാരണ ഓർഡേർഡ് പെയർ മാർക്ക് ചെയ്യാറുണ്ടല്ലോ. 1 - 1 എന്നുള്ള ഓർഡേർഡ് പെയർ മാർക്ക് ചെയ്യാൻ അറിയില്ലേ? മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഏത് കോംപ്ലക്സ് നമ്പറാണ്? 1 + -1 × i, ദാറ്റ് ഈസ് 1 - i. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് x + iy എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ ഓർഡേർഡ് പെയർ xy ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എക്സും ഈ ഡിസ്റ്റൻസ് എന്താണ്? വൈയും. അപ്പോൾ ഈ പോയിൻ്റാണ് PXY. ഇതാരെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ഇത് x + iy എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. ഓക്കെ, ഇനി ഹിയർ ദ എക്സ് ആക്സിസ് ഈസ് നോൺ ആസ് ദ റിയൽ ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ഈസ് നോൺ ആസ് ദ ഇമേജിനറി ആക്സിസ്. അത് കാര്യം നമ്മുടെ എക്സ് കോർഡിനേറ്റ് ആണ് റിയൽ പാർട്ട് ഓഫ് ദാറ്റ് കോംപ്ലക്സ് നമ്പർ, വൈ കോർഡിനേറ്റ് ആണ് ഇമേജിനറി പാർട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ മോഡുലസ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ എന്താണ്? √(x² + y². അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇതാണ്, ഇത് ഒയും ഇത് പിയും ആണെങ്കിൽ ഈ OP ആണ് യഥാർത്ഥത്തിൽ എന്ത് വരുന്നത്? മോഡുലസ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദാറ്റ് കോംപ്ലക്സ് നമ്പർ അല്ലെ √(x² + y². നെക്സ്റ്റ്, പോളാർ റെപ്രസെൻറ്റേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഇപ്പോൾ കൺസിഡർ ദ കോംപ്ലക്സ് നമ്പർ z = a + ib. Then modulus of z is denoted by r എന്ന് പറയുന്ന ലെറ്റർ. ഓക്കെ, ലെറ്റ് r is equal to modulus of z. ഞാൻ ഇവിടെ ഇതാണ്, ഈ ലെങ്ത് ആണ് നമ്മുടെ r. ഇനി നമ്മുടെ OP എന്ന് പറയുന്നത് എക്സ് ആക്സിൻ്റെ പോസിറ്റീവ്, ഇതാണ് പോസിറ്റീവ് ഡയറക്ഷൻ, ഇതാണ് നെഗറ്റീവ് ഡയറക്ഷൻ. പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ എന്ന് റെപ്രസെൻറ്റേഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം മോഡുലസും അതുപോലെ ആ ലൈന് എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും അറിയുകയാണെങ്കിൽ നമുക്ക് ഏതൊരു പോയിന്റിനെയും ഇവിടെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഈ r തീറ്റേനെ ഓർഡേർഡ് പെയർ r തീറ്റ ഈസ് നോൺ ആസ് പോളാർ കോർഡിനേറ്റ്സ് ഓഫ് P എന്ന് പറയുന്നത്. ഓക്കെ, z = r × cos θ + i sin θ ഈസ് നോൺ ആസ് പോളാർ ഫോം ഓഫ് ദ കോംപ്ലക്സ് നമ്പർ. അപ്പോൾ ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും നമുക്ക് അതിൻ്റെ പോളാർ ഫോമിലേക്ക് റെപ്രസെൻ്റ് ചെയ്യാം. പോളാർ ഫോം എന്ന് പറയുന്നത് r × cos θ + i sin θ ആണ്. r എന്ന് പറയുന്ന മോഡുലസ് ഓഫ് ദ കോംപ്ലക്സ് നമ്പറാണ്. തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ ലൈൻ OP പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തീറ്റ എന്ന് പറയുന്നതിന് ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. തീറ്റയുടെ വാല്യൂ ഏതിനിടയിലാണ് പറഞ്ഞിരിക്കുന്നത്? -π <θ < π. ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് ഓഫ് z എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ 4th ക്വാഡ്രാന്റിലൊക്കെ വരുമ്പോൾ ആംഗിൾ നമുക്ക് 2π - θ എന്നും കൊടുക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വാല്യൂ പറയണം. അപ്പോൾ ഓരോരാളും പറയുമ്പോൾ ആൻസർ മാറിപ്പോവും. അതുകൊണ്ട് ഒരു പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് ഓഫ് z നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തീറ്റ ഏത് ഇൻ്റർവെല്ലിൽ വരണം? -π <θ < π. ഓക്കെ,
ഇനി നമുക്ക് നമ്മുടെ നേരത്തെ എഴുതിയ കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ ഫോം നോക്കാം. സെഡ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. സെഡ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഐ ബി ആണ്. എങ്ങനെ നമുക്ക് തീറ്റയൊക്കെ കാണാം നോക്കാം. ഓക്കെ, ഇവിടെ ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ആർ കോസ് തീറ്റ പ്ലസ് ഐ ഇൻറ്റു ആർ സൈൻ തീറ്റ. അപ്പോൾ ടു കോംപ്ലക്സ് നമ്പേഴ്സ് ആർ ഈക്വൽ ഇഫ് ഇറ്റ്സ് റിയൽ പാർട്സ് ആൻഡ് ഇമേജിനറി പാർട്സ് ആർ സെപ്പറേറ്റ്ലി ഈക്വൽ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എ ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ആൻഡ് ബി ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. ഇത് വെച്ചിട്ട് നമുക്ക് തീറ്റനെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം നമുക്ക് വേണ്ട തീറ്റ ഒന്ന് 0 to π വരെയാണ്. ബാക്കി ആംഗിൾ എവിടെ നിന്നാണ് വരുന്നത്? ഇതാണ് 0 to π. പിന്നെ വരുന്ന ആംഗിൾ എന്താണ്? -π to 0 ഇതാണ് വരുന്നത്. അപ്പോൾ -π to 0 എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ തേർഡ് ക്വാഡ്രൻറ്റും ഫോർത്ത് ക്വാഡ്രൻറ്റുമാണ് വരിക. 0 to π എന്ന് വരുന്നത് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റും സെക്കൻഡ് ക്വാഡ്രൻറ്റും. അപ്പോൾ ഇത് നമ്മുടെ സൈനും കോസിൻ്റെയും സൈന് നോക്കിയിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ഏത് ക്വാഡ്രൻ്റാണെന്ന്. ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ തീറ്റയാണ് കൊടുക്കേണ്ടത്, സെക്കൻഡിലാണെങ്കിൽ π മൈനസ് തീറ്റ, തേർഡിലാണെങ്കിൽ -π മൈനസ് തീറ്റ, ഫോർത്തിലാണെങ്കിൽ മൈനസ് തീറ്റ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഈ വിധത്തിൽ വേണം എടുക്കാൻ. അപ്പോൾ ഈ ആംഗിൾസ് ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തത് റെപ്രസെൻറ്റ് ദ ഫോളോയിങ് കോംപ്ലക്സ് നമ്പേഴ്സ് ഇൻ ദ പോളാർ ഫോം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെഡ് ഈസ് ഈക്വൽ ടു 1 + i√3. പോളാർ ഫോം നമുക്കറിയാം ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ്. ആർ എന്ന് പറഞ്ഞാൽ √(a² + b² ആണ്. ഇവിടെ a1, b എന്താണ്? √3. അപ്പോൾ 1² + √3². സോ 1 + 3 ദാറ്റ് ഈസ് √4 2. അപ്പം നമുക്ക് ഇവിടെ കിട്ടുക ആർ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1, ഇവിടുന്ന് ആർ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു √3. ഓക്കെ, അപ്പോൾ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 1/r ദാറ്റ് ഈസ് 1/2. സൈൻ തീറ്റ എന്ന് ഇവിടെ നിന്ന് നോക്കിയാൽ സൈൻ തീറ്റ √3/r ദാറ്റ് ഈസ് √3/2. അപ്പോൾ ഇവിടെ രണ്ട് കോസും സൈനും പോസിറ്റീവാണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് തന്നെയാണ് വരിക. അപ്പോൾ ആംഗിൾ എന്താണ് വരുന്നത്? 60 ഡിഗ്രി ഓർ π/3. അപ്പോൾ 1 + i√3 എന്ത് കൊടുക്കാം? r ഇൻറ്റു അതായത് 2 ഇൻറ്റു cos π/3 പ്ലസ് ഐ സൈൻ π/3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ -16 ഡിവൈഡഡ് ബൈ 1 + i√3. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് സ്റ്റാൻഡേർഡ് ഫോമിലുള്ള കോംപ്ലക്സ് നമ്പർ അല്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കണം. അപ്പോൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1 + i√3യുടെ കോൺജുഗേറ്റും ഉണ്ട്. സോ 1 - i√3 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. സോ -16 ഇൻറ്റു 1 - i√3 ഡിവൈഡഡ് ബൈ ഇവിടെ വരിക 1 + i√3 ഇൻറ്റു 1 - i√3. ഓക്കെ, അപ്പോൾ അതെന്ത് വരും? 1² - i√3 ദ ഹോൾ സ്ക്വയർ. i√3 ദ ഹോൾ സ്ക്വയറിന് i² ഇൻറ്റു 3 ദാറ്റ് ഈസ് -3. ഓക്കെ, അപ്പോൾ 1 - -3 എന്താവും? 4. അപ്പോൾ ഇവിടെ നമുക്ക് 4 ക്യാൻസൽ ചെയ്താൽ -4 ഇൻറ്റു 1 - i√3. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ -4 + 4 ഇൻറ്റു i√3 ഓർ i ഇൻറ്റു 4√3. നമുക്കതിന് r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ കൊടുക്കാം. അപ്പോൾ r ഈസ് ഈക്വൽ ടു √(a² + b² ദാറ്റ് ഈസ് -4² + 4√3 ദ ഹോൾ സ്ക്വയർ. 4² 16 വരും. 4√3 ദ ഹോൾ സ്ക്വയർ ഈസ് 4² ഇൻറ്റു √3² ദാറ്റ് ഈസ് 16 ഇൻറ്റു 3. √3² 3 ആണ് വരിക. സോ 16 ഇൻറ്റു 3 ദാറ്റ് ഈസ് 48. ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് √64 ദാറ്റ് ഈസ് 8. ഇനി ഇവിടെ ആർ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു -4 ആൻഡ് ആർ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 4√3. അപ്പോൾ കോസ് തീറ്റ -4/r ദാറ്റ് ഈസ് -4/8 -1/2. സൈൻ തീറ്റ 4√3/r ദാറ്റ് ഈസ് 4√3/8 സോ √3/2. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കോസ് നെഗറ്റീവും സൈന് പോസിറ്റീവുമാണ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ നമ്മൾ ആംഗിൾ കൊടുക്കേണ്ടത് π മൈനസ് തീറ്റ. അപ്പോൾ ഇവിടെ എന്ത് വരും? നമുക്കറിയാം രണ്ടും പോസിറ്റീവ് ആവുന്ന കേസിൽ നമ്മുടെ ആംഗിൾ വരിക π/3 ആണ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരേണ്ടതുകൊണ്ട് π - π/3. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3π - π 2π/3. അപ്പോൾ നമ്മുടെ ഗിവൺ കോംപ്ലക്സ് നമ്പറെ നമുക്ക് എങ്ങനെ എഴുതാം? r ഇൻറ്റു അതായത് 8 ഇൻറ്റു കോസ് 2π/3 പ്ലസ് ഐ സൈൻ 2π/3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെഡ് ഈസ് ഈക്വൽ ടു -1 - i√3. അത് സ്റ്റാൻഡേർഡ് ഫോമാണ്. സോ r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. 6 കാണുക √(a² + b². സോ -1² പ്ലസ് -√3 ദ ഹോൾ സ്ക്വയർ. സോ 1 + 3 ദാറ്റ് ഈസ് √4 2. ഇനി ഇവിടെ ആർ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു -1 ആൻഡ് ആർ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു -√3. അപ്പോൾ കോസ് തീറ്റ -1/r ദാറ്റ് ഈസ് -1/2. സൈൻ തീറ്റ -√3
ആർ ദാറ്റ് ഈസ് -√3/2. ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം നമ്മുടെ കോസും സൈനും ഒക്കെ നെഗറ്റീവാണ്. അപ്പോൾ ഏത് ക്വാഡ്രൻ്റ് കൊടുക്കണം? തേർഡ് ക്വാഡ്രൻ്റിൽ ആംഗിൾ എന്താ കൊടുക്കേണ്ടത്? -π - θ. അപ്പോൾ ഇവിടെ രണ്ടും പോസിറ്റീവ് ആവുന്ന കേസിൽ ആംഗിൾ നോക്കുക, എന്താ വരിക? sin θ √3/2 cos θ 1/2 π/3. അപ്പോൾ -π - π/3 സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 3π - 2π/3 വരും. സോ -2π/3. അപ്പോൾ ഇതാണ് അതിൻ്റെ പോളാർ ഫോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 - i. 1 - i ഈസ് ഈക്വൽ ടു r × cos θ പ്ലസ് i sin θ. അപ്പോൾ 1 - i എന്ന് 1 + -1 × i ആണ്. റിയൽ പാർട്ട് 1 ആണ്, ഇമേജിനറി പാർട്ട് -1 ആണ്. ഓക്കെ, അപ്പോൾ r ഈസ് ഈക്വൽ ടു √1² പ്ലസ് -1². സോ 1 + 1 വരും, ദാറ്റ് ഈസ് √2. അപ്പോൾ ഇവിടെ r cos θ ഈസ് ഈക്വൽ ടു 1 ആൻഡ് r sin θ ഈസ് ഈക്വൽ ടു -1. അപ്പോൾ cos θ 1/√2, sin θ -1/√2. അപ്പോൾ കോസ് പോസിറ്റീവും സൈന് നെഗറ്റീവും വരുന്നത് നമ്മുടെ ഫോർത്ത് ക്വാഡ്രൻ്റാണ് വരിക. ഓക്കെ, ഫോർത്ത് ക്വാഡ്രൻ്റിൽ ആംഗിൾ എന്തെടുക്കണം? -θ. അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവ് ആയിരുന്നുവെങ്കിൽ നമ്മുടെ തീറ്റ എന്താണ് വരിക? π/4 ആണ് വരിക. സോ θ ഈസ് ഈക്വൽ ടു -π/4, ഫോർത്ത് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട്. സോ 1 - i ഈസ് ഈക്വൽ ടു r എന്ന് പറഞ്ഞാൽ √2 × cos -π/4 പ്ലസ് i sin -π/4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ -√3 പ്ലസ് i. അപ്പോൾ നമുക്കതിന് r × cos θ പ്ലസ് i sin θ കൊടുക്കാം. r എന്ന് പറയുമ്പോൾ √a² പ്ലസ് b², ദാറ്റ് ഈസ് -√3² പ്ലസ് 1², ദാറ്റ് ഈസ് 3 + 1, സോ √4, ദാറ്റ് ഈസ് 2. അപ്പോൾ ഇവിടെ r cos θ ഈസ് ഈക്വൽ ടു -√3 ആൻഡ് r sin θ ഈസ് ഈക്വൽ ടു 1, ഐയുടെ കോഎഫിഷ്യൻ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ cos θ ഈസ് ഈക്വൽ ടു -√3/2 ആൻഡ് sin θ ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കോസ് തീറ്റ നെഗറ്റീവും സൈൻ തീറ്റ പോസിറ്റീവുമാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം അതേതാണ് നമ്മുടെ സെക്കൻഡ് ക്വാഡ്രൻ്റാണ് വരിക, സൈൻ തീറ്റ പോസിറ്റീവ്. അപ്പോൾ ആംഗിൾ വരിക π - θയാണ്. അപ്പോൾ സൈൻ തീറ്റ 1/2, കോസ് തീറ്റ √3/2 വരുന്നത് എവിടെയാണ്? π/6. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് തീറ്റ ഈസ് ഈക്വൽ ടു π - π/6. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 6π - π / 6, സോ 5π/6. അപ്പോൾ നമുക്ക് എന്ത് വരും? r × cos θ പ്ലസ് i sin θ എന്നുള്ളത് 2 × cos 5π/6 പ്ലസ് i sin 5π/6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ i ആണ്. i ഈസ് ഈക്വൽ ടു r × cos θ പ്ലസ് i sin θ എന്ന് എഴുതാം നമുക്ക്. സോ r ഈസ് ഈക്വൽ ടു √a² പ്ലസ് b² ആണ്. a എന്ന് പറഞ്ഞ റിയൽ പാർട്ട് ഇവിടെ 0 ആണ്, b ഇമേജിനറി പാർട്ടാണ്, സോ ഇറ്റ് ഈസ് 1. സോ √1 വരും, ദാറ്റ് ഈസ് 1. ഇനി ഇവിടെ r cos θ 0 ആണ്, r sin θ 1 ആണ്. സോ cos θ 0, sin θ 1/r, ദാറ്റ് ഈസ് 1. അപ്പോൾ നമുക്ക് ഈ വാല്യൂ അറിയാവുന്നതാണ്, നമ്മൾ ബൈഹാർട്ട് പഠിച്ചു വെക്കേണ്ട ഒരു വാല്യൂ ആണ് ഇതല്ലേ. അപ്പോൾ cos θ 0, sin θ 1 എന്ന് പറഞ്ഞാൽ θ ഈസ് ഈക്വൽ ടു π/2. സോ i ഈസ് ഈക്വൽ ടു 1 × cos π/2 പ്ലസ് i sin π/2.